ഹലോ ഫ്രണ്ട്സ്. പിന്നെ നമ്മുടെ തിരുവനന്തപുരത്തെ പൊങ്കാലയെല്ലാം കഴിഞ്ഞു വളരെ സന്തോഷത്തോടുകൂടി തിരുവനന്തപുരം നഗരവാസികൾ, തിരുവനന്തപുരം ജില്ലയിലെ ജനങ്ങൾ വളരെ സന്തോഷത്തിലാണ്. പൊങ്കാലയെല്ലാം വളരെ വൃത്തിയായിട്ടും ഭംഗിയായിട്ടും നടന്നു. അടുത്ത പരിപാടി തിരുവനന്തപുരത്തിൻ്റെ വികസനത്തിൻ്റെ കുതിപ്പിലേക്കാണ് പോകുന്നത്. ഓരോ ദിവസം BJP സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുന്നേ, അതായത് BJP സർക്കാർ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കുന്നതിന് മുന്നേ കൊടുത്ത വാഗ്ദാനങ്ങൾ ഓരോന്നായിട്ട് അവർ നടപ്പിലാക്കാനുള്ള പദ്ധതിയിലാണ്. അതായത് ജനങ്ങളെ മനസ്സിലാക്കിയ ഒരു ഭരണം തിരുവനന്തപുരം നഗരസഭ ഭരിക്കുന്നത് BJP സർക്കാർ. ജനങ്ങളെ മനസ്സിലാക്കി ജനങ്ങൾക്ക് എന്ത് ചെയ്യണം, ജനങ്ങൾക്ക് എങ്ങനെ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലണം എന്ന് മനസ്സറിഞ്ഞു നടക്കുന്ന ഒരു നല്ലൊരു മേയറാണ് VV രാജേഷ്. കാരണം പൊങ്കാല വളരെ ഭംഗിയായിട്ട് നടത്തി. അതിന് പൊങ്കാല കഴിഞ്ഞ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ തിരുവനന്തപുരം നഗരം വളരെ വൃത്തിയായി, ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെ വളരെ വൃത്തിയായിട്ട് ഭംഗിയായിട്ട് നടത്തി. അതായത് കൗൺസിലർമാരും മേയറും ഡെപ്യൂട്ടി മേയറും കൗൺസിലർമാരും അവിടുത്തെ ജനങ്ങളും നഗരസഭ ശുചീകരണ പ്രവർത്തകരും എല്ലാം കൂടി, ചുരുക്കം പറഞ്ഞാൽ വളരെ ആത്മാർത്ഥതയോടുകൂടി തിരുവനന്തപുരത്തെ പൊങ്കാല മഹോത്സവം ആഘോഷമാക്കി എന്ന് പറയാം. അടുത്ത എന്താ പറയുക, തിരുവനന്തപുരം വികസനത്തിൻ്റെ ഏത് വിധത്തിലാണ് നഗരസഭ വികസിക്കണം, നഗരസഭയുടെ ഭരണം ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ, ജനങ്ങൾക്ക് ഗുണം ചെയ്യുന്ന രീതിയിൽ, നാടിന് ഗുണം ചെയ്യുന്ന രീതിയിൽ എങ്ങനെ ഭരിക്കണം എന്നുള്ള ആസൂത്രണപരമായിട്ടുള്ള പദ്ധതികളാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. അടുത്ത തെരഞ്ഞെടുപ്പിൻ്റെ മുന്നോടിയായി കേരളത്തിൽ BJP അധികാരത്തിൽ വരും എന്നുള്ള വിശ്വാസത്തോടെയാണ് ജനങ്ങൾ നിൽക്കുന്നത്. ജനങ്ങളും മാറിക്കഴിഞ്ഞു. ജനങ്ങൾക്കും അറിയാം കേരളത്തിനൊരു മാറ്റം വേണമെന്നുള്ളത്. ഇത്രയും കാലം ഇടതും വലതും ഭരിച്ചു. തിരുവനന്തപുരം കോർപ്പറേഷൻ 45 കൊല്ലം LDF ഭരിച്ചു. അവിടെ ഒരു പുരോഗതിയും എന്താ പറയുക, ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിലുള്ള കാര്യങ്ങളൊന്നും അവിടെ നടന്നിട്ടില്ല എന്നാണ് അവിടെ ജനങ്ങൾ പറയുന്നത്. അതായത് ഇപ്പം 2 മാസം കൊണ്ട് 3 മാസമായി BJP അധികാരത്തിൽ വന്നിട്ട്, അതിനു മുൻപേ 45 കൊല്ലം LDF സർക്കാർ ആണ് തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിച്ചത്. ഈ 3 മാസം കൊണ്ട് സംഭവിച്ച ആ ഒരു ചെറിയ പ്രവർത്തനം 45 വർഷം കൊണ്ട് നടക്കുകയാണെങ്കിൽ ഇന്ന് തിരുവനന്തപുരം കോർപ്പറേഷൻ എന്താ പറയുക, അത്രയും പുരോഗതിയിലെത്തുമായിരുന്നു എന്ന് ജനങ്ങൾ കണക്കുകൂട്ടുന്നു. അപ്പോൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് ജനങ്ങൾ BJPയോട് അതായത് അത്രയും അടുത്ത് നിൽക്കുകയാണ്. കാരണം ജനങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞു ഇനിയൊരു മാറ്റം വേണം കേരളത്തിൽ നിന്നുള്ളത്. ഇടതും വലതും ഭരിച്ച് ഇത്രയും കാലം വലിയൊരു പുരോഗതിയൊന്നും
വന്നിട്ടില്ല കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം. കാരണം കേരളത്തെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഒരു എന്താ പറയുക വരുമാനമില്ലാത്ത സംസ്ഥാനമാണ് കേരളം. ഈ മദ്യം ലോട്ടറി മാത്രമാണ് കേരളത്തിൻ്റെ വരുമാനം. മറ്റുള്ള സംസ്ഥാനങ്ങളെ പോലെയല്ല. കേരളത്തിലൊരു വ്യവസായങ്ങളില്ല. അതായത് ഒരു 10-40 കൊല്ലങ്ങൾ മുമ്പ് കേരളത്തിൽ ഒരുപാട് വ്യവസായങ്ങളുണ്ടായിരുന്നു. ഉദാഹരണത്തിന് കോഴിക്കോട് തന്നെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഗവൺമെൻറ് നടത്തി വരുന്ന കേരള സോപ്സ് അതായത് വെസ്റ്റീലുണ്ടായിരുന്ന ഒരു സോപ്പ് കമ്പനി, പിന്നെ മാവൂർ ഗോൾഡ് റാൻസ് കേരളത്തിലെ ഏറ്റവും വലിയൊരു കമ്പനിയായിരുന്നു. പിന്നെ ചെറുവണ്ണൂർ സ്റ്റീൽ കോംപ്ലക്സ്, തിരുവണ്ണൂർ കോട്ടൺ മില്ല്, അങ്ങനെ ഒരുപാട് കോഴിക്കോട് സിറ്റീൻ്റെ ഉള്ളിൽ തന്നെ ഇങ്ങനത്തെ കുറേ വ്യവസായ സ്ഥാപനങ്ങൾ, കോമൺവെൽത്ത്, പിന്നെ ഫറോക്കിലേക്ക് പോയി കഴിഞ്ഞാൽ ഓട്ട് കമ്പനികൾ ഇന്നും കാണാം. ഈ ഓട്ട് കമ്പനിയുടെ കുഴലുകൾ ഇങ്ങനെ ചാലിയാറിൻ്റെ തീരത്ത് പൊങ്ങി നിൽക്കുന്നത് കുറേയൊക്കെ പൊളിച്ചു പോയി. അപ്പോൾ അത്രയും വ്യവസായ മേഖല നടന്നിരുന്ന ഒരു കോഴിക്കോടിൻ്റെ ഉള്ളിൽ ഇപ്പോൾ വിരലിലെണ്ണാവുന്ന ചെറിയ സ്ഥാപനങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ ഏഷ്യയിൽ വെച്ച് ഏറ്റവും വലിയ ഒരു വ്യവസായമായിരുന്നു കല്ലായിലെ മരത്തിൻ്റെ ബിസിനസ്. ഏഷ്യയിലെ ഒന്നാം സ്ഥാനത്തായിരുന്നു കല്ലായിക്കായിരുന്നു. കോഴിക്കോട് കല്ലായിലായിരുന്നു അത്. ഇന്നും നാമാവിശേഷമായ പോലെ തന്നെയാണ്. കാരണം ഇവിടുത്തെ ട്രേഡ് യൂണിയൻ കാരണമാണ് നമ്മുടെ കേരളം, ഈ കൊച്ചു കേരളം ഇത്രയും അധപ്പതിക്കാൻ കാരണം. നോക്കുകൂലി, ചുമട്ടുതൊഴിലാളികളുടെ അമിതമായ ഹർത്താലും ബന്ധും നടത്തലും എല്ലാം നമ്മുടെ കേരളത്തെ വളരെ ദാരിദ്ര്യത്തിലേക്ക് കൊണ്ടുവന്നത്. മറ്റുള്ള സ്റ്റേറ്റുകളിലൊന്നും ഹർത്താലോ ബന്ധോ പണിമുടക്കോ ഒന്നുമില്ല. ഈ കേരളത്തിൽ മാത്രമേ ഉള്ളൂ ഈ ഹർത്താലും ബന്ധും പണിമുടക്കും സമരങ്ങളും എല്ലാം. കാരണം ഒരു ദിവസം ഒരു സമരം, ഒരു ഹർത്താൽ നടന്നാൽ ഒരു ബിസിനസ്സുകാരന് അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തിന് ഉണ്ടാകുന്ന നഷ്ടം എത്രയാണെന്ന് കണക്ക് കൂട്ടാൻ പറ്റില്ല. അത്രയും കോടിക്കണക്കിന് രൂപയാണ് ഓരോ ബിസിനസ്സുകാരൻ്റെയും കണക്കൂട്ടൽ. ഒരു ദിവസം ബിസിനസ് മുടങ്ങിയാൽ അവന് സംഭവിക്കാവുന്ന നഷ്ടങ്ങൾ എത്രയാണെന്ന് കണക്കാക്കാൻ പറ്റില്ല. അത്രയും നഷ്ടങ്ങളായിരിക്കും, കോടികളായിരിക്കും നഷ്ടം വരുന്നത്. അതായത് ഈ സമരം, ഹർത്താൽ, ബന്ദ് കേരളത്തിന് ഇല്ലാണ്ടാവണം, പൂർണ്ണമായും ഇല്ലാത്ത രീതിയിൽ വരണം. എങ്കിലേ നമ്മളെ കേരളത്തിൽ വ്യവസായ സ്ഥാപനങ്ങൾ വരികയുള്ളൂ. ഈ വ്യവസായ സ്ഥാപനങ്ങൾ വന്നാൽ നമ്മുടെ കേരളം വികസിക്കും. കാരണം കേരളത്തിലെ ജനങ്ങൾക്ക്, യുവാക്കൾക്ക് അന്യ സംസ്ഥാനത്തേക്ക് തൊഴിൽ തേടി പോകേണ്ട ഒരവസ്ഥ വരില്ല. കാരണം സ്വന്തം നാട്ടിൽ തന്നെ ജോലി ചെയ്യാനുള്ള ഒരു സാഹചര്യം നമ്മളെ കേരളത്തിൽ ഒരുക്കണം. അതിന് അടുത്ത വരുന്ന ഗവൺമെൻറ്റുകൾ അല്ലെങ്കിൽ ഭരിക്കുന്ന ഭരണകർത്താക്കൾ അതിന് മുൻകൈയെടുത്ത് നമ്മുടെ രാജ്യത്ത്, നമ്മുടെ സംസ്ഥാനത്തെ വികസനത്തിൻ്റെ പാതയിലേക്ക് കൊണ്ടുവരണം. അതിന് ഇവിടെ ഒരു ഭരണമാറ്റം ആവശ്യമാണ്. അത് ജനങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി കഴിഞ്ഞു. കാരണം ഇവിടെ ഭരണം മാറണം, കേരളത്തിൽ ഒരു ഭരണമാറ്റം ആവശ്യമാണെന്ന് കേരളത്തിൽ ജനങ്ങൾ ഒന്നടക്കം മനസ്സിൽ ആക്കി കഴിഞ്ഞിരിക്കുന്നു. കാരണം അത് ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് അതിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണം എന്ന് നമ്മുടെ കേരളത്തിൽ ജനങ്ങൾ തീരുമാനിക്കണം.
എന്നും ഇടതും വലതും ഭരിച്ചുകൊണ്ട് കാര്യമില്ല. അടുത്ത സർക്കാർ BJP സർക്കാർ വരണം. BJP കേരളത്തിൽ അധികാരത്തിൽ വന്നാലേ നമ്മുടെ കേരളം വികസനത്തിലേക്ക് എത്തുകയുള്ളൂ. അല്ലാതെ ഇടതും വലതും ഭരിച്ചും മാറി മാറി ഭരിച്ചുകൊണ്ട് ഒരു കാര്യം കേരളത്തിൽ ഇതുവരെ ഗുണം ചെയ്തിട്ടില്ല. കേരളത്തിലൊരു വ്യവസായം കൊണ്ടുവരിക, അല്ലെങ്കിൽ ആ ഒരു എന്തെങ്കിലും യുവാക്കൾക്ക് തൊഴിലിന് ഉള്ള ഒരു സാങ്കേതിക വിദ്യകൾ, അല്ലെങ്കിൽ വ്യവസായ സ്ഥാപനങ്ങൾ, അല്ലെങ്കിൽ മറ്റുള്ള ഒരു തൊഴിൽ മേഖല കേരളത്തിൽ കൊണ്ടുവരാൻ ഇതുവരെ ഇടതിനും വലതിനും കഴിഞ്ഞിട്ടില്ല. ഉള്ള വ്യവസായ സ്ഥാപനങ്ങൾ അടച്ചു പൂട്ടുകയാണ് ഇവരെ ഭരണകാലത്തേക്ക് ഉണ്ടായത്. അത് ഇനി ഒരിക്കലും അങ്ങനെ സംഭവിക്കാൻ പാടില്ല. അതിന് നമുക്ക് BJP സർക്കാരിന് അധികാരത്തിൽ വരാനുള്ള എല്ലാ പദ്ധതികളും ആവിഷ്കരിക്കണം. കേരളത്തിൽ ജനങ്ങൾ ഒരു മാറ്റം പ്രതീക്ഷിക്കുന്നു. ആ മാറ്റത്തിനായി നമുക്ക് ഒന്നിച്ച് നമ്മുടെ കേരളത്തിൻ്റെ വികസനത്തിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് കൈ കോർക്കാം. അപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ BJP അധികാരത്തിൽ വരട്ടെ എന്ന് നമുക്ക് ആശിക്കാം.